ഹലോ ഗേസ്, നിഹാര വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചിക്കൻ കറി നെയ്ച്ചോറിനൊപ്പോ മറ്റു റൈസുകൾക്കൊപ്പം കഴിക്കാവുന്ന ഒരു നല്ല ടേസ്റ്റിയുള്ള ചിക്കൻ കറിയാണ്. നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്താക്കണം. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടാക്കണത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മൾ അരമണിക്കൂർ വെക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ വറുക്കാനായിട്ട് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ വറുക്കാൻ വെക്കാം കേട്ടോ. എണ്ണയൊക്കെ ചൂടായിട്ട് നമ്മൾ ചിക്കൻ അതിലേക്ക് ഫസ്റ്റ് ലെയർ ചിക്കൻ ഇടേണ്ട ഉള്ളിലേക്ക്. അപ്പോൾ നമ്മൾ അധികം ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് അങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അത് ഫസ്റ്റ് ലെയർ ചിക്കൻ ഇതിലേക്ക് ഇടേണ്ട. ചിക്കൻ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. അപ്പോൾ ആ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ടിട്ട് ആ സൈഡും കൂടി നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ ഒരു 2 മിനിറ്റ് മതി കേട്ടോ. കൂടുതൽ സമയം നോക്കി കഴിഞ്ഞാൽ നല്ല ഫ്രൈ ആയി പോകും. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കറി വെക്കുമ്പോൾ അതിന് ചിക്കനിൽ നിന്ന് ഗ്രേവിയും കിട്ടും നമുക്ക്. അപ്പോൾ ചിക്കൻ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റേണ്ട കേട്ടോ. കുറേശ്ശെ കോരിയെടുത്ത് എണ്ണയില്ലാത്ത രീതിയിൽ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഫസ്റ്റ് ലെയർ ചിക്കനാണ് പ്ലേറ്റിലേക്ക് നമ്മൾ എടുത്താണ്. ഇനി നമ്മൾ അടുത്ത ലെയർ ചിക്കനും കൂടി ഇതിലേക്ക് ഇടേണ്ട. സെക്കൻഡ് ലെയറും കൂടി ചിക്കൻ ഫ്രൈ ചെയ്യണം. ഞങ്ങൾക്ക് ലിവറും കൂടി കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഞങ്ങൾ ഫ്രൈ ചെയ്യണേ. ചിക്കൻ ഫ്രൈ ചെയ്തതിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് അത് ചേർത്തണം കേട്ടോ. അത് കൂടാതെ നമ്മൾ 2-3 പച്ചമുളക് മിക്സ് ചേർത്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ ഒപ്പം കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. രണ്ടും കൂടി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ അത് യോജിപ്പിക്കുന്ന സമയത്ത് നന്നായിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൊരു 2-3 സവാള നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ചേർത്ത് നല്ലവണ്ണം യോജിപ്പിക്കണം. കൂടാതെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണേ. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നന്നായി ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അത് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇടയിൽ നമുക്ക് 2 തക്കാളി കൂടി ചെറുതാക്കി അരിഞ്ഞത് മാറ്റി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടണം കേട്ടോ. അതുകൂടാതെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടണം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടണം കേട്ടോ. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് നല്ല പച്ചമണം മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്യാം കേട്ടോ. അതിലേക്ക് തക്കാളി ഇട്ടതിന് ശേഷം നന്നായി യോജിപ്പിക്കണേ. യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് വറുത്ത് വെച്ചേക്കണ ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ വറുത്ത് വെക്കണ ചിക്കൻ ആഡ് ചെയ്തിട്ട് ആ ചിക്കനുമ്പോൾ ഒന്ന് ഇളക്കി നല്ല മസാല എല്ലായിടത്തും ചിക്കനിലാവുന്ന രീതിയിൽ നമ്മൾ ആ കയ്യിലും കൊണ്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മൾ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം കേട്ടോ. അതിനുശേഷം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യണത്. ഗ്രേവി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം. അല്ലെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം കേട്ടോ. കേട്ടോ അത്യാവശ്യം ഗ്രേവി ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് റെഡിയായി വരുമ്പോൾ ഗ്രേവി ഇത്തിരി നല്ല കട്ടിയായി വരും കേട്ടോ. അപ്പോൾ നമുക്കത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കുക. ഒരു 10-20 മിനിറ്റ് വേണ്ട വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് വേപ്പിലയും കൂടി അതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ.
അതും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിക്കോളൂ തന്നെ കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു കേസ്. അപ്പോൾ ഞങ്ങൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത് നമുക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.